പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, നമ്മുടെ കുഞ്ഞുമക്കളെ എല്ലാവരെയും ഗുഡ്നസ് ടി വിയുടെ വചനദീപ്തിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് വളരെയധികം സങ്കീർണതയുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. ഓരോ ദിവസവും നാം കേൾക്കുന്നത് വലിയ വലിയ പ്രശ്നങ്ങളാണ്. വലിയ വലിയ രോഗങ്ങൾ, അപകടങ്ങൾ, വലിയ സാമ്പത്തിക ബാധ്യതയാൽ ആത്മഹത്യ ചെയ്യുന്നവർ, അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം പ്രയാസകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലൂടെയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് സുവിശേഷം നൽകുന്ന തിരുവചനങ്ങൾ നാം കേൾക്കുകയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ പ്രാപിച്ച് നമുക്ക് മുന്നോട്ടേക്ക് നമുക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ചും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 14, 22 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ വളരെ പ്രസക്തങ്ങളാണ്. സ്നേഹമുള്ളവരെ, അവിടുത്തെ സംഭവം ഇതാണ്. യേശു അഞ്ചപ്പത്തിൻ്റെ അത്ഭുതമെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കടൽ യാത്രയ്ക്കായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നിർബന്ധിക്കുന്നത്. അഞ്ചപ്പത്തിൻ്റെ അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ യേശുവിനെ രാജാവാക്കാൻ, അവിടുത്തെ രാജാവാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതായി നാം കാണാൻ സാധിക്കും. എന്നാൽ യേശു അവിടെ ഒന്നും നിൽക്കുന്നില്ല. യേശു ശിഷ്യന്മാർ പറഞ്ഞു വിട്ടുകൊണ്ട് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാരണം ഈശോ ഈ ലോകത്തിൻ്റെ രാജാവാകാൻ വന്നവനല്ല. ഈശോ സ്വർഗത്തിൻ്റെ പുത്രനാണ്, പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രനാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് ഈ സത്യമെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നതിനും കൂടിയാണ് യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ മറുകരയ്ക്ക് വഞ്ചിയിൽ പോകുക എന്ന് പറഞ്ഞത്. അങ്ങനെ വഞ്ചിയിൽ അവർ നേരം ഇരുട്ടി തുടങ്ങിയ സമയത്താണ് യാത്ര തുടങ്ങുന്നത്. അങ്ങനെ മുന്നോട്ട് വഞ്ചി പോകുകയാണ്, യാത്ര മുന്നോട്ട് പോകുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നാം വായിക്കുന്നത്, യേശു ആ സമയം പ്രാർത്ഥിക്കുകയായിരുന്നു, മലയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, ഏകാന്തയിൽ ഈശോ പ്രാർത്ഥിക്കുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിത യാത്രയിലും യേശു നമുക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പിതാവിൻ്റെ അടുത്ത് നമുക്ക് മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് യേശു നമുക്കൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, സങ്കീർണതകൾ, പ്രതികൂലങ്ങൾ എല്ലാം നമ്മുടെ ഈശോയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി എപ്പോഴും പിതാവിൻ്റെ അടുത്ത് ഇരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നു എന്നതാണ് വാസ്തവം. സ്നേഹമുള്ളവരെ, യേശു അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അവസ്ഥയിൽ ആ സമയത്ത് വഞ്ചി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം ആ ഗലീല കടലിൻ്റെ നടുവിലായി. നേരം ഇരുട്ടായി. ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അവിടെ കൊടുങ്കാറ്റ് വീശുന്നത്. വലിയ കൊടുങ്കാറ്റാണ് വീശുന്നത്. നേരം ഇരുട്ടി. അതേ, തിരമാലകൾ നോക്കുമ്പോൾ ആ കൊടുങ്കാറ്റിൽ ഉയരുന്നു, വഞ്ചി ആടി ഉരയുന്നു, മഴ പെയ്യുന്നു, ഇടിമിന്നൽ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രതികൂലമായ ഒരു അവസ്ഥയിലെത്തിയവർ. അവർ പ്രതീക്ഷിക്കാതെ വന്ന ഈ സാഹചര്യത്തിൽ അവർ വിഷമിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിയും ശക്തിയും കഴിവും എല്ലാം ഉപയോഗിച്ച് അവർ പരിശ്രമിക്കുന്നുണ്ട്
അവരുടെ വഞ്ചിയെ നേരെയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർ വളരെയധികം ശ്രമിച്ചിട്ടും അവരുടെ കഴിവുകൊണ്ട് അവർക്കൊന്നും തന്നെ അതിനെ നേരെയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. കാരണം കാറ്റ് അത്ര കണ്ട് ശക്തമായിരുന്നു. ഈ അവസരത്തിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ട് മലയിലായിരുന്നു. യേശു കണ്ടു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ തണ്ടു വലിച്ച് അവശരായി എന്ന് കർത്താവ് കണ്ടു. കാരണം കാറ്റ് പ്രതികൂലമായി. പ്രതികൂലമായ കാറ്റിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അവർ സർവശക്തിയും ഉപയോഗിച്ച് അവർ തുഴഞ്ഞു. പക്ഷേ അവർക്ക് മുന്നോട്ടേക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ്. പെട്ടെന്ന് വരുന്ന കൊടുങ്കാറ്റുകളിൽ നമ്മളൊക്കെ തളർന്നു പോകും. ആ തകർച്ചകളിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാൻ സാധിക്കാതെ വരും. നമ്മളൊക്കെ വിഷമിച്ച് അന്താളിച്ച് നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പലപ്പോഴും എത്താറുണ്ട്. പലപ്പോഴും കൊടുങ്കാറ്റുകൾ ചിലപ്പോൾ പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ വീശുന്നുണ്ടാകാം. അല്ലെങ്കിൽ നാളെ വലിയ കൊടുങ്കാറ്റുകൾ ഇതേപോലെ വീശാനും സാധ്യതയുണ്ട്. അവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു സത്യം ഇതാണ്. എത്ര വലിയ കൊടുങ്കാറ്റായാലും ഈ കൊടുങ്കാറ്റിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ആ കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. ആ കർത്താവ് അറിയാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നമ്മുടെ കർത്താവ് അതെ, ഏത് പ്രശ്നം വന്നാലും ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാനായിട്ട് എൻ്റെ കർത്താവിന് സാധിക്കും. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഈ വിശ്വാസമാണ് നമ്മിലേക്ക് കടന്നു വരേണ്ടത്. നമുക്കറിയാൻ സാധിക്കുമല്ലോ, ആ സമയത്ത് അവരവശരായി നിൽക്കുന്ന സമയത്ത് അവർക്ക് മുന്നോട്ട് ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അത്ര കണ്ട് തളർന്ന അവസരത്തിൽ സ്നേഹമുള്ളവരെ, സുവിശേഷകൻ പറയുന്നു, ആ സമയത്ത് യേശു കടലിലൂടെ നടന്ന് അവരുടെ അടുത്തേക്ക് വരുന്നു. യേശു അവരുടെ അടുത്തേക്ക് വന്നിട്ട് യേശു അവരോട് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് യേശു അവരോട് പറയുകയാണ്. അതെ, ശാന്തമാകുക. സങ്കീർത്തനം 45:10 പറയുന്നുണ്ട്, ഞാൻ ദൈവമാണെന്ന് അറിയുക, നിങ്ങൾ ശാന്തമാകുക. കർത്താവാണ് അതെ വന്നിരിക്കുന്നത്. ഞാൻ തന്നെ എന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ മോശ ചോദിക്കുന്നുണ്ട്. അങ്ങയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ തന്നെ എന്നാണ്. യേശു പറയുന്നത് അതാണ്, ഞാനാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. സ്നേഹമുള്ളവരെ, യേശു പലപ്പോഴും ഉച്ചരിക്കുന്നുണ്ട്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, ഞാനാകുന്നു പുനരുത്ഥാനം, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. അങ്ങനെ പല കാര്യങ്ങളും യേശു സ്വന്തമായി അവകാശപ്പെടുന്നുണ്ട്. കാരണം യേശു ദൈവമാണ് എന്നുള്ളത് കൊണ്ടാണ് യേശു അങ്ങനെ അവകാശപ്പെടുന്നത്. ആരും അവകാശപ്പെടാത്ത കാര്യം യേശു അവകാശപ്പെടുന്നത് യേശുവിന് ദൈവമായതുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, ദൈവമാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് അവരോട് പറയുന്നു. നാം മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ്. സങ്കീർത്തനം 93:3 പറയുന്നുണ്ട്, കർത്താവേ, പ്രവാഹങ്ങൾ ഉയരുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു, എന്നാൽ ഉയരുന്ന തിരമാലകളെയും ക്ഷോഭിക്കുന്ന കടലിനെയും കാൾ എൻ്റെ കർത്താവ് ശക്തനാണ്. മക്ബയർക്ക് എഴുതിയ പുസ്തകത്തിൽ
രണ്ടാം പുസ്തകത്തിൽ 8:18 പറയുന്നുണ്ട്, അതെ, ഈ ലോകത്തിലെ എല്ലാ ശത്രുക്കളെയും, ഈ ലോകം തന്നെയും നമുക്കെതിരെ വന്നാലും തൻ്റെ അങ്കുലി ചലനത്താൽ തറ പറ്റിക്കാൻ കഴിയുന്ന കർത്താവിലാണ് നമ്മുടെ പ്രത്യാശ. അങ്കുലി ചലനത്താൽ തറ പറ്റിക്കാൻ കഴിയുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ അവരായിരിക്കുന്നത്. അതിനാൽ ഏത് അവസ്ഥയായിക്കോട്ടെ ജീവിതത്തിൽ, ആ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കുവാനായിട്ട് നമ്മുടെ കർത്താവിന് സാധിക്കും. കർത്താവ് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കർത്താവ് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരോട് പറയുമ്പോൾ പത്രോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. പത്രോസ് പറയുന്നു, അങ്ങ് കർത്താവാണെങ്കിൽ എന്നോട് ആ വെള്ളത്തിലൂടെ, ആ കടലിലൂടെ നടക്കാനായിട്ട് എന്നോട് പറയുക എന്ന്. യേശു വചനം ഉരുവിട്ടു. യേശു പറഞ്ഞു, വരൂ. വചനം ഉരുവിട്ടു. പത്രോസ് അതെ ആ കടലിലൂടെ യേശുവിനെ നോക്കി മുന്നോട്ട് നടക്കുകയാണ്. അവൻ വഞ്ചിയിൽ നിന്നിറങ്ങുമ്പോൾ അവൻ ശിഷ്യന്മാരൊക്കെ വിലക്കുന്നുണ്ടാകാം. കാരണം പോകുന്നത് കടലിലൂടെ നടക്കാനാണ്. അവന് കൊടുങ്കാറ്റടിക്കുന്നുണ്ട്, കടൽ ക്ഷോഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഇവൻ എങ്ങനെയാണ് നടക്കുന്നത്? എന്നാൽ പത്രോസിൻ്റെ കണ്ണുകൾ തൻ്റെ ഗുരുനാഥനിൽ മാത്രമായിരുന്നു, യേശുവിൽ മാത്രമായിരുന്നു. മറ്റൊന്നിലേക്കും പത്രോസിൻ്റെ കണ്ണുകൾ പോയില്ല. യേശുവിനെ മാത്രം കണ്ടുകൊണ്ട് അവൻ മുന്നോട്ടേക്ക് ജീവിതത്തിൽ നടക്കുകയാണ്. ആദ്യമായിട്ട് കടലിലൂടെ നടക്കുകയാണ്. അവൻ വെള്ളത്തിൻ്റെ മീതെ അവൻ നടന്ന് വരികയാണ്. യേശുവിനെ നോക്കി നടന്ന് വരികയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കുറച്ച് കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നുണ്ട്, അവൻ ചുറ്റുപാടിലേക്ക് നോക്കാൻ ശ്രമിച്ചു. കൊടുങ്കാറ്റ് വീശുന്നു കണ്ട് അവൻ പരിഭ്രമിച്ചു. അവൻ ചുറ്റിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ നോട്ടം തെറ്റിയപ്പോൾ അവൻ്റെ വിശ്വാസം തണുത്തു. യേശുവിൽ നിന്ന് അവൻ്റെ നോട്ടം മാറി. യേശുവിൽ നിന്ന് അവൻ്റെ നോട്ടം മാറിയപ്പോൾ നാം വായിക്കുന്നത് അവൻ മുങ്ങിത്താഴാൻ തുടങ്ങി എന്നാണ്. അവൻ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്. അതാണ് അവൻ്റെ പ്രാർത്ഥന. അവൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ രക്ഷിക്കണേ, ഞാൻ നശിക്കാൻ പോകുന്നു. അങ്ങയെ വിശ്വസിച്ച് അങ്ങയെ കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. മറ്റുള്ളവരാരും ഇറങ്ങിയില്ല. ഞാൻ ആ വിശ്വാസത്തിൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് കർത്താവെ, ഞാൻ ലോകത്തിലേക്ക് നോക്കിപ്പോയി, ചുറ്റുപാടിലേക്ക് നോക്കിപ്പോയി, മറ്റുള്ളവരിലേക്ക് നോക്കിപ്പോയി. അതെ, ഞാൻ മുങ്ങിത്താഴാൻ തുടങ്ങുന്നു. ഈ അവസ്ഥയിൽ എന്നെ രക്ഷിക്കണമേ. അവൻ്റെ പ്രാർത്ഥനയാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാമല്ലോ, യെശയ്യാ 59:1-2 വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്, കർത്താവിൻ്റെ കരം കുറുകെ പോയിട്ടില്ല, അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുമില്ല. മോചിപ്പിക്കാനാവാത്ത വിധം അവിടുത്തെ കരങ്ങൾക്ക് ശക്തി ഇല്ലാതായിട്ടില്ല. ശക്തിയുണ്ട് മോചിപ്പിക്കാനായിട്ട് കർത്താവിൻ്റെ കരങ്ങൾക്ക് എപ്പോഴും. നിയമാവർത്തനം 4:7 പറയുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ സമീപസ്ഥനായിരിക്കുന്ന പോലെ ഇത്രമാത്രം നല്ലൊരു ശ്രേഷ്ഠ ജനത വേറെയുണ്ടോ? കാരണം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ, ഹൃദയപരമാർത്ഥയോടെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവ് നമ്മെ ഓടിയെത്തി രക്ഷിക്കുന്ന ദൈവമാണ്. സങ്കീർത്തകൻ 46:1 പറയുന്നുണ്ട്, അവൻ നമ്മുടെ അഭയകേന്ദ്രമാണ്, കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയാണ്. സ്നേഹമുള്ളവരെ, ആ കർത്താവ് പത്രോസിനെ അതെ കൈപിടിച്ച് ഉയർത്തുകയാണ്. കർത്താവിൻ്റെ കൈപിടിച്ച് ഉയർത്തുകയാണ്, അവനെ രക്ഷിക്കുകയാണ്. പലപ്പോഴും നാമൊക്കെ പാപത്തിൻ്റെ പടുകുഴിയിൽ, പാപത്തിൻ്റെ ചേറിൽ നാമൊക്കെ വീണ് കിടക്കുമ്പോൾ
പലപ്പോഴും നമുക്ക് കുമ്പസാരിക്കും, വീണ്ടും എന്നാൽ അറിയാതെ നമ്മൾ വീണ്ടും പാപം ചെയ്തു പോകും, അല്ലെങ്കിൽ അറിഞ്ഞ് പാപം ചെയ്തു പോകും, പ്രലോഭനത്തിൽ പെട്ടുപോകും. വീണ്ടും കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലും. കർത്താവിൻ്റെ അടുത്ത് അനുതപിച്ച് കർത്താവിൻ്റെ കുമ്പസാരക്കൂടിലേക്ക് ചെന്ന് നമ്മൾ കർത്താവിനോട് മാപ്പ് പറഞ്ഞ് വീണ്ടും ഏറ്റുപറഞ്ഞ് നമ്മൾ അനുരഞ്ജനപ്പെടുമ്പോൾ അപ്പോഴും നടക്കുന്ന ഇത് തന്നെയാണ്. തമ്പുരാൻ കാരുണ്യവാനായതുകൊണ്ട്, സ്നേഹമുള്ള ദൈവമായതുകൊണ്ട്, നമ്മെ അത്രയധികം വാത്സല്യപൂർവം നമ്മെ കരുതുന്നതുകൊണ്ട് നമ്മുടെ കർത്താവ് ആ ചേറ്റിൽ നിന്ന്, പാപത്തിൻ്റെ ചേറ്റിൽ നിന്ന് നമ്മയൊക്കെ പൊക്കിയെടുത്ത് നമ്മയൊക്കെ രക്ഷിക്കുന്ന ദൈവമാണ്. വീണ്ടും വീണ്ടും നമ്മയൊക്കെ രക്ഷിക്കുക, പടിപടിയായിട്ട് നമ്മുടെ വിശുദ്ധിയിലേക്ക് നമ്മുടെ കർത്താവ് ഉയർത്തുകയാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെ നമ്മുടെ ദൈവമായ കർത്താവ്, അതെ, നമ്മയൊക്കെ രക്ഷിക്കുന്ന ആ ഈശോ, ആ ഈശോൻ്റെ സന്നിധിയിലാണ് നമുക്ക്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റുകൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ഈ കൊടുങ്കാറ്റിലും ഈ പ്രശ്നങ്ങളിലും വലുതാണ് എൻ്റെ ദൈവം. അതിനാൽ നാം നോക്കേണ്ടത് പ്രശ്നങ്ങളിലേക്കല്ല, രോഗത്തിൻ്റെ സങ്കീർണതയിലേക്ക് അല്ല, കടബാധയിലേക്കല്ല, ഒരു പ്രശ്നങ്ങളിലേക്കുമല്ല നാം നോക്കേണ്ടത്. നാം നോക്കേണ്ടത് കർത്താവിലേക്കാണ്. കാരണം പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മുങ്ങിത്താഴും, എന്നാൽ കർത്താവിലേക്ക് നോക്കുമ്പോൾ നാം അവിടേക്ക് അജയരായി നിലകൊള്ളും. ആ പ്രശ്നങ്ങളുടെ മീതെ നടക്കാനായിട്ട് കർത്താവ് നമുക്ക് ശക്തി നൽകും. നാം നടക്കുകയും ചെയ്യും. നമുക്കറിയാമല്ലോ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം. അതെ, ദാവീദ് നോക്കിയത് തമ്പുരാനിലേക്കാണ്. ഗോലിയാത്തിൻ്റെ ആകാര വടിവിലേക്കോ അവൻ്റെ ശക്തിയിലേക്കോ അവൻ്റെ വലുപ്പത്തിലേക്കോ ഒന്നുമല്ല, തമ്പുരാനിലേക്ക് നോക്കിയേ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ നിന്നെ ഇന്ന് പറവുകൾക്ക് വെട്ടി നുറുക്കി ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞത്. ഗോലിയാത്ത് പറഞ്ഞു, ഞാനൊരു പട്ടിയാണോ, ഒരു പട്ടിയെ നേരിടാൻ എന്ന പോലെ നീ ചുമ്മാ വടിയുമായിട്ട് എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളി. എന്നാൽ സർവശക്തനായ ദൈവത്തിൽ, ആ ദൈവത്തിൻ്റെ വലുപ്പത്തിൽ ദാവീദിന് ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു. ആ ഉറച്ച വിശ്വാസത്തിലാണ് യുദ്ധക്കളത്തിലേക്ക് ദാവീദ് ഇറങ്ങുന്നത്. അവസാനം നമുക്കറിയാം, ദാവീദ് അവിടെ ഗോലിയാത്തിനെ തോൽപ്പിക്കുന്നത് നമുക്കറിയാം, ഗോലിയാത്തിനെ വധിക്കുന്നത് നമുക്കറിയാം. ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കും. സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവേ, എൻ്റെ പ്രശ്നങ്ങൾ വലുതാണ്. അത് പറയുന്നത് ഇപ്രകാരമാണ്, അതെ, ഞാൻ മലകളിലേക്ക്, ഉയരങ്ങളിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ഉത്തരം പറയുന്നുണ്ട്, എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെ. അതേ പ്രിയമുള്ളവരെ, നമ്മൾ പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടത്, രോഗത്തിൻ്റെ വലുപ്പത്തിലേക്കല്ല നോക്കേണ്ടത്, കടബാധയുടെ പ്രശ്നത്തിലേക്കല്ല നോക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൻ്റെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടത്, നമ്മിലേക്കല്ല നോക്കേണ്ടത്. നാം നോക്കേണ്ടത് യേശുവിലേക്കാണ്, ദൈവത്തിലേക്കാണ്. ദൈവത്തിലേക്ക് നാം നോക്കുമ്പോൾ ദൈവം അതിന് പരിഹാരം നിർദ്ദേശിക്കും. സ്നേഹമുള്ളവരെ, ഒരു ധ്യാന സ്ഥലത്ത് മനോഹരമായി പാടുന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടി പാടിയാൽ അഭിഷേകം നിറഞ്ഞു തുളുമ്പും. ഞാൻ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കുട്ടിയാണ്, അതുകൊണ്ടാണ് പേര് പറയാത്തത്. പക്ഷെ പെട്ടെന്ന് ആ കുട്ടിക്ക് തൊണ്ടയിൽ ക്യാൻസർ വന്നു, പാടാൻ സാധിക്കാതെ വന്നു. പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ചുമ വന്നു. ആ ചുമച്ച് കഴിഞ്ഞ് വാഷ് ബേസിൽ തുപ്പിയപ്പോഴും നിറച്ച ചോര. പിന്നീട് ഒക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് തൊണ്ടയിൽ ക്യാൻസറായി എന്നാണ്. പിന്നീട് ഡോക്ടർ അവളോട് പറഞ്ഞു, ഇനി ഒരിക്കലും നീ പാടുകയില്ല, നീ പാടാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. പക്ഷേ അവൾ എന്നോട് പറഞ്ഞു, ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ദൈവത്തോട് ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി, അതെ, എൻ്റെ ദൈവം ഈ പ്രശ്നത്തിലും വലിയവനാണ്. എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന സർവശക്തനിൽ ഞാൻ അഭയം തേടി. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ
ഞാൻ 30 ദിവസവും 3-4 മണിക്കൂറുകൾ പോയി കുത്തിയിരിക്കും, അവിടെ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഇത് തന്നെയാണ് ഞാൻ ചെയ്തത്. സ്നേഹമുള്ളവരെ, ആ സഹോദരി പറയുകയാണ്, അതെ, 1 മാസം കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ അതിശയകരമായിട്ട്, അത്ഭുതകരമായിട്ട് ആ രോഗം സൗഖ്യപ്പെട്ടു. യേശു അതെ കടന്നു വന്ന് ആ സഹോദരിയെ സൗഖ്യപ്പെടുത്തി. വീണ്ടും കഴിഞ്ഞ ദിവസം ആ സഹോദരിയുടെ പാട്ട് മനോഹരമായി ഞാൻ യൂട്യൂബിൽ കേൾക്കുകയുണ്ടായി. സ്നേഹമുള്ളവരെ, എത്ര വലിയ കൊടുങ്കാറ്റ്, ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ പ്രശ്നങ്ങളുടെ എല്ലാം, അതിനെയെല്ലാം നിയന്ത്രിക്കുന്നവൻ, അതിനു മുകളിലായിരിക്കുന്നവൻ നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നാം ശാന്തമായിട്ട് ഇരുന്നാൽ മതി. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ മകന് അതേ നട്ടെല്ലിന് ഭയങ്കര വേദനയായിട്ട് അവൻ കിടന്ന കിടപ്പിലായിരുന്നു. വളരെ വേദനിച്ച് അവൻ നിലവിളിച്ച് കരയുകയാണ്. അവന് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു. അപ്പോഴും വലിയ പ്രശ്നങ്ങളായി, അതേലും വലിയ പ്രശ്നങ്ങളായി. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ അതെ തമ്പുരാനെ വിളിച്ച് അപേക്ഷിക്കുകയാണ്, സർവശക്തനായ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. ഏകാന്തതയിൽ യേശു പ്രാർത്ഥിക്കാനായിട്ട് അതെ പോയ പോലെ അതെ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം അടച്ച് നമ്മൾ യേശുവിനെ മാത്രം കണ്ടുകൊണ്ട് 3 മണിക്ക് 4 മണിക്കെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യേശു അത്ഭുതം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. അതെ, പിന്നീട് എൻ്റെ മകന് അതെ ഈശോ സൗഖ്യം കൊടുത്തു. ഇന്ന് വളരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവൻ നടക്കുന്നു. അതുകൊണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന, ആകസ്മികമായിട്ടുണ്ടാകുന്ന ഈ കൊടുങ്കാറ്റുകൾ കാണുമ്പോൾ നാം ഭയപ്പെടേണ്ട. കാരണം കൊടുങ്കാറ്റുകളെ എല്ലാം അവസാനിപ്പിക്കുന്ന, നിയന്ത്രിക്കുന്ന അതേ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ കൃത്യസമയത്ത് ഇടപെടുക തന്നെ ചെയ്യും. നമുക്കറിയാമല്ലോ, കൃത്യസമയത്ത് അവൻ വരും. ഹഗാർ നിലവിളിച്ചപ്പോൾ, കുഞ്ഞിനായിട്ട് നിലവിളിച്ചപ്പോൾ കൃത്യസമയത്ത് വന്നു. ഇസഹാക്ക് എന്നെ ബലിയർപ്പിക്കാൻ പോയപ്പോൾ അബ്രഹാത്തിൻ്റെ അടുത്ത് കൃത്യസമയത്ത് ദൈവദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് അത്ഭുതം നടത്തി. കൃത്യസമയത്ത് യേശു വന്ന കുടുംബത്തെ രക്ഷിച്ചു. സ്നേഹമുള്ളവരെ, ഏത് കാര്യങ്ങളിലായാലും കൃത്യസമയത്ത് കർത്താവ് കടന്നു വന്ന് നമ്മെ രക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനാൽ നാം ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ കർത്താവ് ശക്തനാണ്, എല്ലാറ്റിലും ശക്തനാണ്. അതിനാൽ ആ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ശാന്തമായിട്ടിരിക്കാം. തമ്പുരാൻ തീർച്ചയായിട്ടും നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നുണ്ട്. നമ്മുടെ തലമുടി ഇടപോലും വീണുപോയാൽ അവൻ അറിയുന്നു. വചനം പറയുന്നുണ്ടല്ലോ, 2 നാണയത്തൊട്ടിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ, അവയിൽ ഒന്നുപോലും എൻ്റെ പിതാവിൻ്റെ അറിവ് കൂടാതെ വീഴുന്നില്ല. സങ്കീർത്തനം 139 പറയുന്നുണ്ട്, എല്ലാം കർത്താവ് അറിയുന്നു. അവിടുന്ന് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. അതിനാൽ ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഏത് കൊടുങ്കാറ്റ് വന്നാലും എൻ്റെ കർത്താവ് കൂടെയുള്ളപ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ കർത്താവ് കൊടുങ്കാറ്റിനെ തോൽപ്പിക്കാൻ, ഏത് പ്രശ്നങ്ങളെയും തോൽപ്പിക്കാൻ, തകർച്ചകളെ തോൽപ്പിക്കാൻ എൻ്റെ കർത്താവ് കഴിവുള്ളവനാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കണം. നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ സഹോദരിക്ക് വന്ന പോലെയുള്ള രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.